മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന് കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തലും നാഡീവ്യൂഹവും തകർന്നു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കടുവയെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചിരിക്കുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ സക്രിയ അടക്കമുള്ള ഡോക്ടർമാരുടെയും കുങ്കിയാനകളുടെയും നേതൃത്വത്തിലാണ് ദൌത്യം പുരോഗമിക്കുന്നത്. വനമേഖലയിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞോ എന്ന പരിശോധന നടന്നുവരികയാണ്. CV അനുമോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഇപ്പോൾ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിക്രൂരമായാണ് ആക്രമിക്കപ്പെട്ടത് ഗഫൂർ, അല്ലേ? ആര്യ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുവയുടെ ആക്രമണത്തിൽ ആദ്യ നിമിഷം തന്നെ ഗഫൂറിൻ്റെ ജീവൻ നഷ്ടമായിരുന്നു എന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകൾ. കഴുത്തിനാണ് കടിയേറ്റിരിക്കുന്നത്. നാഡീവ്യൂഹം അപ്പോൾ തന്നെ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തന്നെ ഗഫൂറിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതിനുശേഷം ഗഫൂറിൻ്റെ മാംസം ഭക്ഷിക്കാനുള്ള ശ്രമം കടുവയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഗഫൂറിൻ്റെ പുറകിൽ നിന്നും ഒരു ഭാഗം കടിച്ചെടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിന് മാസടക്കം മാന്തിയതിൻ്റെയും മുറിവേറ്റതിൻ്റെയും ഒക്കെ അടയാളങ്ങളുണ്ട്. കടുവയുടെ ഒരു ആക്രമണം അത് നമുക്കറിയാം ഏറ്റവും ക്രൂരമായ ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള കടുവ മിഷന് ഭാഗമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ 20ഓളം ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ കടുവ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അതിൽ നിന്ന് കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഇതുവരേക്കും ഒരു ക്യാമറകളിൽ നിന്നും കടുവയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ കൂടുകൾ സ്ഥാപിക്കുന്ന നടപടികൾ മുന്നോട്ട് പോകുന്ന DFO പറയുന്നു. കടുവ വരാൻ സാധ്യതയുള്ള ആ ഗഫൂറിനെ കൊന്ന മേഖലയിലും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ സാധ്യതയുള്ള ഇടത്തുമാണ് കൂടുകൾ വയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലെ പരിശോധനകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതിന് ശേഷമേ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റ് നടപടികളും ഉണ്ടാകുള്ളൂ എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഇപ്പോൾ ഒരു കുങ്കിയാന മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, കുഞ്ചു എന്ന മുത്തങ്ങയിലെ. അതിനുശേഷം കോന്നി സുരേന്ദ്രനും ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ DFOയും ഡോക്ടർ അരുൺ സക്രിയയും ക്യാമ്പിലെത്തി ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകും എന്ന ഒരു കാര്യമാണ് മറ്റൊന്നുള്ളത്. എന്താണെങ്കിലും മിഷനുമായി ഈ ഒരു കടുവയെ പിടികൂടാനുള്ള മിഷനുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. ആദ്യഘട്ടത്തിൽ ഈ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. അതാണ് അനുമോദ. കടുവയെ ഇതുവരെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അത് സ്പോട്ട് ചെയ്യുകയാണല്ലോ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. സ്പോട്ട് ചെയ്തതിനു ശേഷമായിരിക്കുമല്ലോ സ്വാഭാവികമായും മറ്റ് മയക്കുവെടി വെക്കുന്ന നടപടികളിലൊക്കെ കടക്കുക. ഈ ദൗത്യ സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ചുവിനെ പറ്റി അടക്കം എടുത്തു പറയേണ്ടതുണ്ട്, അല്ലേ അനുമോദ? ഈ നമ്മുടെ നാട്ടിൽ ടൈഗർ ഹണ്ടിങ്ങിനായി ട്രെയിൻ ചെയ്തിട്ടുള്ള കുങ്കിയാനകൾ അത് വളരെ ചുരുക്കമാണ്. അതിൽപ്പെട്ട ഒരാളാണ് കുഞ്ചു. അപ്പോൾ പക്ഷേ കുഞ്ചു കഴിഞ്ഞ തവണ ഒരു ദൗത്യത്തിൽ അല്പം ഒന്ന് ഇടഞ്ഞു നിന്നതൊക്കെ വലിയ വാർത്തയൊക്കെ ആയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണിപ്പോൾ ദൗത്യസംഘം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് കുങ്കിയാനകളെ കുറിച്ചൊക്കെ കൂടുതലായി പറയുന്നത്? ആര്യ, ഈ കുങ്കിയാനകൾ എന്തിനാണ് ഈ ഒരു ദൗത്യത്തിലെന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. എങ്ങനെയാണ് കടുവയെ ആനയെ ഉപയോഗിച്ച് പിടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആളുകൾക്കുണ്ടാകുന്നൊരു സംശയം. നമുക്കറിയാം ഇതൊരു വനമേഖലയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയുടെ ഭൂഘടനയും റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ കുന്നും ചെരുവുകളും കുത്തനെയുള്ള പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ആനയുടെ സഹായത്താൽ മാത്രമേ ഈ കടുവയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കടുവ ആക്രമിക്കാൻ വന്നാലും ആന അതിനെ പ്രതിരോധിക്കുകയും ആനയുടെ മുകളിലിരുന്ന് ദൗത്യസേനാംഗങ്ങൾക്ക് ഈ കടുവയെ വെടിവെക്കാനും സാധിക്കും. അതാണ് ഈ ആനയെ ദൗത്യ സംഘം ഉപയോഗിക്കാനുള്ളൊരു കാരണം. സാധാരണഗതിയിൽ ഒരു കടുവയെ നേരിൽ നിന്ന് വെടിവെക്കുക എന്നുള്ളത് അതീവ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ജീവന് അപകടം വരാവുന്ന തരത്തിലേക്ക് അത് ആക്രമിക്കുമെന്ന് കരുതേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ആനകളെ ഉപയോഗിച്ച്
ഈ ഒരു ദൗത്യം വനം വകുപ്പ് ചെയ്യുന്നത്. പരിശീലനം നേടിയ ആനകളാണ് കുഞ്ചുവും സുരേന്ദ്രനും ഒക്കെ. അവർക്ക് ഓരോ ഘട്ടത്തിലും പാപ്പാന്മാർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വളരെ വേഗത്തിൽ പെരുമാറാൻ കഴിയും. നമ്മൾ കണ്ടതാണ് ഈ കുങ്കിയാനകളുടെ ഒരു വേഗത. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ പോലും സാധാരണ നാട്ടാനകളെ അപേക്ഷിച്ച് അതിൻ്റെ 3 ഇരട്ടി വേഗത്തിലാണ് ഈ ഒരു കുങ്കിയാനകൾ പ്രതികരിക്കുക. ഇതൊരു പകുതി ഒരു കാട്ടാനയുടെ സ്വഭാവം തന്നെ ഉള്ളതാണ് ഈ കുങ്കിയാന. അതിനെ അത്തരത്തിലാണ് മെരുക്കുന്നതും. പൂർണ്ണമായിട്ടും മെരുങ്ങാത്ത ഒന്നാണ് ഈ കുങ്കിയാന. അത് ഒരു ഒറ്റ പാപ്പാന് മാത്രമേ അതിനെ അനുസരിക്കുകയുമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ കാട്ടിലെ മൃഗങ്ങളെ നേരിടുവാൻ അതിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ വന്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനെ പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുങ്കിയാനയുടെ മുകളിൽ ഇരുന്നാണ് ഈ ഒരു കടുവയെ അല്ലെങ്കിൽ മറ്റ് ജീവികളെ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ ഉദ്ദേശിക്കുന്ന ജീവികളെ വെടിവെക്കുക. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, വെടിവെക്കാൻ അല്ലെങ്കിൽ ഈ മിഷന് പോകുന്ന വ്യക്തികളുടെ ജീവന് സുരക്ഷ. 2, ഈ ഒരു ആനയ്ക്ക് ഈ വന്യജീവിയോട് കാണിക്കാൻ കഴിയുന്നൊരു പ്രതിരോധം. അതും ഈ ഒരു മിഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആനകളെ കൂടുതലായിട്ടും ഈ ഒരു മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ചു വയനാട് മുത്തങ്ങയിൽ നിരവധി തവണ ഇത്തരത്തിലുള്ള കടുവകളെയും പുലികളെയും ഒക്കെ വെടിവെക്കുന്ന മിഷനിൽ പങ്കെടുത്തുള്ള ഒരു ആന കൂടിയാണെന്നാണ് വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. അത് സ്വാഭാവികമായിട്ടും അതൊക്കെ ഈ ഒരു മിഷന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. ഇനിയിപ്പോൾ കോന്നി സുരേന്ദ്രൻ കൂടി വരുമ്പോൾ 2 ഈ ഒരു ഒരുപാട് മിഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള 2 കുങ്കിയാനകളെ കൊണ്ട് ഈ ഒരു ലക്ഷ്യം കൂടുതൽ വേഗത്തിൽ നേടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് വനം വകുപ്പിനുള്ളത്. ഇവിടെ രാവിലെ മുതൽ മിഷന് പോകാൻ തയ്യാറായിട്ട് ആനയെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിയുക എന്ന ഘട്ടത്തിന് ശേഷമാകും കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിലും മറ്റു നടപടികളും ആരംഭിക്കുകയുള്ളൂ. ആര്യ. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ആ ദൗത്യ സംഘത്തിൽപ്പെട്ടവരാണ് കുഞ്ചുവും കോന്നി സുരേന്ദ്രനും. കുഞ്ചു അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ചുവിന്റെയും കോന്നി സുരേന്ദ്രന്റെയും ഒക്കെ പ്രത്യേകതകൾ ഈ ദൗത്യത്തിൽ അവരെങ്ങനെ സഹായകരമാകും എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുകയായിരുന്നു CV അനുമോദ്.